ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പിന്തുടർന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10:52 യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. കർത്താവായ യേശു എല്ലാ സ്നേഹത്തോടെയും ഭർത്തിമായെ നോക്കി പറഞ്ഞു, ഞാൻ നിനക്കായി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന്. കുരുടൻ അവനോട് പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച ലഭിക്കണം. കർത്താവ് കാഴ്ച നൽകിയിട്ടും അവൻ തന്റെ വീട്ടിലേക്കോ ജനങ്ങളിലേക്കോ മടങ്ങിപ്പോയില്ല. മറിച്ച് അവൻ യേശുവിനെ അനുഗമിച്ചു. ഒരിക്കൽ കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. പുരോഹിതന്മാർക്ക് തങ്ങളെ തന്നെ കാണിക്കാൻ പോകുമ്പോൾ അവർ എല്ലാവരും സുഖം പ്രാപിച്ചു. 10 പേരും ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ 9 പേരും കർത്താവിങ്കിലേക്ക് മടങ്ങി വന്നില്ല. അവരിൽ ഒരാൾ മാത്രം മടങ്ങി വന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. എന്നാൽ നിങ്ങൾ ബർത്തിമായെ നോക്കുമ്പോൾ അവൻ കർത്താവിന് നന്ദി പറയുക മാത്രമല്ല, കർത്താവായ യേശുവിനെ അനുഗമിക്കാനുള്ള പദവിയും നൽകപ്പെട്ടു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു അന്ധനായ യുവാവിനെ ഒരു സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുവന്നു. മീറ്റിംഗിന്റെ അവസാനത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകൻ അവനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവന്റെ കാഴ്ച കർത്താവ് അത്ഭുതകരമായി പുനഃസ്ഥാപിച്ചു. ദൈവദാസൻ അടുത്ത ദിവസം മീറ്റിംഗിൽ തന്റെ സാക്ഷ്യം പങ്കിടാൻ യുവാവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ യോഗസ്ഥലത്ത് കാണാതിരുന്നതിനാൽ ദൈവദാസൻ യുവാവിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് പോയി. ആ യുവാവ് ദൈവദാസനെ നോക്കി പറഞ്ഞു, സാർ, 3 വർഷം മുൻപ് എനിക്ക് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. അന്ധത കാരണം അന്നു മുതൽ സിനിമയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിനാൽ കഴിഞ്ഞ 3 വർഷമായി എനിക്ക് നഷ്ടമായ എല്ലാ സിനിമകളും ഞാൻ കാണാമെന്ന് ഞാൻ കരുതി. എന്നിട്ട് എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കാം. പക്ഷേ കാഴ്ച വീണ്ടെടുത്തപ്പോൾ സ്വന്തം ആളുകളെ കാണാൻ പോലും ബർത്തിമായിക്ക് താല്പര്യമില്ലായിരുന്നു. ലൗകിക സുഖം ആസ്വദിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. കർത്താവായ യേശുവിനെ ത്യാഗപൂർവം അനുഗമിക്കാൻ അവൻ ആഗ്രഹിച്ചു. കർത്താവായ യേശുവിനെ അനുഗമിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ പലവിധമായ കഷ്ടതകളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. നിങ്ങൾ പരീക്ഷന്മാരുടെ ഗൂഢാലോചന അനുഭവിക്കേണ്ടി വരും. ക്രൂശിൽ ക്രൂരത സഹിക്കേണ്ടി വരും. ഒരിക്കൽ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു, കർത്താവെ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രൻ തല ചായ്ക്കാൻ ഇടമില്ല എന്ന്. ഇത് ലൂക്കോസ് 9:57-58 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തെ അനുഗമിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ ധാരാളമുണ്ടെങ്കിലും ഐഹിക ജീവിതത്തിന്റെ സുഖഭോഗങ്ങളെ ഉപേക്ഷിക്കാൻ എല്ലാവരും തയ്യാറല്ല. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ ത്യജിച്ച് എന്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഇത് മത്തായി 16:24 വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, നിങ്ങൾ അവനോടൊപ്പം കഷ്ടപ്പെടുകയും അവനെ അനുഗമിക്കുകയും ചെയ്താൽ നിങ്ങളും അവനോടൊപ്പം ഭരിക്കും. ക്രൂശുമെടുത്ത് അവനെ അനുഗമിക്കുന്നവർ സിയോൻ പർവ്വതത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടിനോട് കൂടെ എന്നേക്കും നിൽക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ലൂക്കോസ് 9:62 യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 91, 92, 93 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 15 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.